ഇന്നലെ രാത്രിയിലും ഇന്ന് നേരം വെളുക്കുമ്പോഴും ഒക്കെ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ചുള്ള തകൃതിയായ ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരുവനന്തപുരത്തുണ്ട്, ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് കല്ലുകടിയില്ലാതെ മന്ത്രിസഭ രൂപീകരിക്കണമെന്ന് തന്നെയാണ് VD സതീശിൻ്റെയും ഉയർന്ന UDF നേതാക്കന്മാരുടെയും ഒക്കെ ആഗ്രഹം. എന്തായാലും മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇന്നും ഘടകകക്ഷികളുമായും ഒക്കെ തന്നെ ചർച്ചകൾ നടത്തും. മന്ത്രിമാരെ ആരൊക്കെയാകണം, മന്ത്രിമാരുടെ എണ്ണം, അവരുടെ വകുപ്പ്, ഇവയൊക്കെ സംബന്ധിച്ച ധാരണയിലെത്തും. മാത്രമല്ല എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ജോസഫ് വിജയ് മോഡലിലുള്ള സത്യപ്രതിജ്ഞ വേണ്ടെന്ന് ഗവർണർ സൂചിപ്പിച്ചതായി വിവരമുണ്ട്. കാരണം അവിടെ ഒരു സിനിമ സ്റ്റൈലായിപ്പോയി. ആ രീതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കരുത് എന്ന് ഗവർണർക്ക് ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വലിയൊരു കീറാമുട്ടിയായി നിൽക്കുന്ന രമേശ് ചെന്നിത്തല ഇത്തിരി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. അദ്ദേഹത്തെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ചെറിയ വകുപ്പുകൾ നൽകി അദ്ദേഹത്തിന് പിന്നെയും അധിക്ഷേപിക്കാനാണ് ശ്രമം നടക്കുന്നതെങ്കിൽ അതിന് കൂട്ടുനിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മാറി നിൽക്കാം, മറ്റുള്ളവർ ഭരിക്കട്ടെ, എല്ലാ പിൻബലവും ഞാൻ കൊടുക്കാം എന്ന രീതിയിലുള്ള നിലപാടാണ് രമേശ് ചെന്നിത്തല എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുന്നുണ്ട്. മന്ത്രിസഭയുടെ ഭാഗമാകണമെങ്കിൽ ഏറ്റവും മിനിമം ആഭ്യന്തര വകുപ്പ് തന്നെ ലഭിക്കണമെന്ന ഉപാധിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും, രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അതിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന രീതിയിലാണ് രമേശ് ചെന്നിത്തല ഇതുവരെയും നിലപാട് എടുത്തിരിക്കുന്നത്. ആ നിലപാട് അദ്ദേഹം കടുപ്പിച്ച് തന്നെ നിർത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തിരുവനന്തപുരത്ത് R ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നൽകും. അതുപോലെ രമേശ് ചെന്നിത്തല വീട്ടിൽ ഇപ്പോൾ വിനീഷ് കുമാറുണ്ട്. വിനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ചെന്നിത്തലയുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ്. രമേശ് ചെന്നിത്തലയുടെ നിലപാടിൽ ഇതുവരെയും ഒരു അയവ് വന്നതായി നമുക്ക് സൂചനകളില്ല. കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. എന്നാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിലെത്തിക്കാൻ AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ ഒരു മധ്യസ്ഥ ചർച്ച നടത്തി. രമേശ് ചെന്നിത്തല കൂടുതൽ ആവശ്യങ്ങളോ ഒന്നും മുന്നോട്ട് വെക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് മാന്യമായ പരിഗണന നൽകണമെന്നാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ആവശ്യം. അതായത് നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര വകുപ്പ് നൽകണമെന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ ആവശ്യപ്പെടുന്നത്. രമേശ് ചെന്നിത്തല ഇത്തരം ആവശ്യങ്ങളൊന്നും മുന്നോട്ട് വെക്കാതെ അദ്ദേഹം ഒരു നിസ്സംഗ മനോഭാവത്തിൽ നിൽക്കുകയാണ്. കാരണം തനിക്ക് സീനിയോറിറ്റി ഉണ്ടായിട്ടും അർഹതയുണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തഴഞ്ഞതിലുള്ള വേദന അദ്ദേഹത്തിനുണ്ട്. 2021 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോഴും ഒരു അക്ഷരം പോലും എതിർത്ത് പറയാതെ നിശബ്ദമായി പ്രവർത്തിച്ച് ഏറ്റവും സജീവമായി പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന ആളാണ്. അപ്പോൾ താൻ പാർട്ടിയോട് കാണിക്കുന്ന കൂറും പ്രതിബദ്ധതയും തനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന വേദന ചെന്നിത്തലയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിസഭയിൽ ചേരില്ല എന്നൊരു നിലപാട് നിൽക്കുന്നത്. എങ്കിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും തുടരും. പ്രധാന വകുപ്പ് നൽകി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. എന്നാൽ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ നൽകുന്നതിനോട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശിൻ്റെ നിലപാട് അനുകൂലമാണോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഒത്തുതീർപ്പ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് മന്ത്രിസ്ഥാനം നൽകണം, ഒപ്പം അവർക്ക് മറ്റ് സംഘടനാ പരിഗണനകൾ നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച നടക്കുകയാണ്. ഇന്ന് UDF നേതൃത്വത്തിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച ഘടകകക്ഷി നേതാക്കളുമായുള്ള ഉഭയകക്ഷി ചർച്ചയാണ്. മന്ത്രിസ്ഥാനം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഏകദേശ ധാരണയുണ്ടെങ്കിലും അതിനൊരു ഔദ്യോഗികമായ സ്വഭാവം കൈവരണം. അതിനുവേണ്ടിയാണ് ഇന്ന് രാവിലെ 11 മുതൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാന കക്ഷികളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം ചർച്ച നടത്തുന്നത്. ലീഗിന് 4 മന്ത്രിസ്ഥാനവും ഒരു ക്യാബിനറ്റ് പദവി അല്ലെങ്കിൽ 5 മന്ത്രിസ്ഥാനം എന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങൾക്ക് അതിന് അർഹതയുണ്ട്. കാരണം 7 സീറ്റുള്ള പാർട്ടിയാണ്, 7 MLA-മാരെ വിജയിപ്പിച്ച പാർട്ടിയാണ് എന്നാണ് PJ ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പോലുള്ള ഒരു ക്യാബിനറ്റ് റാങ്ക് പദവിയും നൽകാം എന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. RSPക്കും CMPക്കും ഒക്കെ മന്ത്രിസ്ഥാനം നൽകുന്നതിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. വകുപ്പുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഇനി അവരുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകാനുള്ളത്. എന്തായാലും വൈകുന്നേരത്തോടെ മന്ത്രിസ്ഥാന വിഭജനവുമായി ബന്ധപ്പെട്ടൊരു അന്തിമ ധാരണയിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SK. ഓക്കെ, R ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേർന്ന്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്തെ വഴുതക്കാടിന് സമീപം കൃഷ്ണവിലാസ് ഉള്ള റോഡിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വിനീഷ് കുമാർ ചേരുകയാണ്. വിനീഷ്, ഗുഡ് മോർണിംഗ്. വിനീഷ്, ശരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് മാന്യമായ വകുപ്പ് കിട്ടുന്നില്ലെങ്കിൽ, മാന്യമായ ഒരു അക്കോമഡേഷൻ ഇല്ലെങ്കിൽ ആ വഴി പോകണ്ട എന്നൊരു തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. രാത്രി വൈകിയും അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ചില സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിനെ അപമാനിക്കാൻ ഇനി നിന്നു കൊടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട്. പറയൂ വിനീഷ് കുമാർ.
എസ്കൻ വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ആ ഒരു നിലപാട് തന്നെ എസ്കൻ പറഞ്ഞ ആ ഒരു നിലപാടിലേക്ക് തന്നെയാണ് രമേശ് ചെന്നിത്തല എത്തിയിട്ടുള്ളത്. കാരണം എന്തായാലും ഇന്നലെ ഒരു സമവായത്തിന്റെ ഒരു നീക്കം നടന്നിരുന്നു. എന്നാൽ ഈ ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടാത്തതിൽ അദ്ദേഹം അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായിരുന്നു. കാരണം അത് അടുത്ത സുഹൃത്തുക്കളുമായി അത് പങ്കുവെക്കുകയും ചെയ്ത് കണ്ടാണ് നമ്മൾ. കാരണം അന്ന് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോകുന്നത് കണ്ടാണ്. മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കൾക്കോ മുഖം കൊടുക്കാതെ അദ്ദേഹം ഗുരുവായൂർ പോയി വന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ രമേശ് ചെന്നിത്തലയെ വിളിച്ചിരുന്നു, ഫോണിൽ വിളിക്കുകയും ഒപ്പം തന്നെ കെ.സി. വേണുഗോപാലിനെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാൽ ഇന്നലെ രാത്രിയിൽ രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതായിരുന്നു നാം അറിഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അത് ഉണ്ടായില്ല. എന്തായാലും അത്തരത്തിലൊരു നീക്കം ഉണ്ടാവും. രമേശ് ചെന്നിത്തലയെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രിസഭ എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് പോവുക. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് അർഹിച്ച ഒരു കീ പൊസിഷനിൽ രമേശ് ചെന്നിത്തല എത്തും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ ഇനി മറ്റുള്ള കാര്യങ്ങൾ കടുത്ത തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ രമേശ് ചെന്നിത്തല പോയേക്കും എന്നാണ് അറിയുന്നത്. അത് എന്ത് തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ആഭ്യന്തരമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ വി ഡി സതീശൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സാധാരണ നമ്മൾക്കറിയാം മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാറുള്ളത്. 2006 വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ഇതുപോലെ തന്നെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അന്ന് വി എസിൽ നിന്നത് കോടിയേരി ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വി എസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് പോരായ്മകൾ പിന്നീട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ അത്തരം ഒരു വിഷയത്തിൽ വി ഡി സതീശൻ തന്നെ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുക എന്നുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ തർക്കം ഉടലെടുക്കുകയും അത് രമേശ് ചെന്നിത്തല കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലാണുള്ളത്. ഇതുവരെ അദ്ദേഹം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. സാധാരണ നിലയിൽ നടക്കാനോ മറ്റോ ഇറങ്ങുന്നതാണ്. ഇതുവരെയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എസ്കെൻ. ഓക്കെ, താങ്ക് യു. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.